സംസ്ഥാനത്തെ മുഴുവൻ വാഹനങ്ങളിലും അതിസുരക്ഷാ നമ്പർ പ്ലേറ്റുകൾ നിർബന്ധമാക്കുമെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ടോമിൻ ജെ തച്ചങ്കരി. സുപ്രീം കോടതി വിധി അനുകൂലമായ സാഹചര്യത്തിലാണ് തീരുമാനം. മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനത്തെ ഗതാഗത മന്ത്രി എതിർക്കുന്നുവെന്ന വാർത്തകൾ തെറ്റാണെന്നും തച്ചങ്കരി പറഞ്ഞു. സംസ്ഥാനത്തെ മുഴുവൻ വാഹനങ്ങളിലും ഒരു വർഷത്തിനുള്ളിൽ തന്നെ അതിസുരക്ഷാ നമ്പർ പ്ലേറ്റുകൾ നിർബന്ധമാക്കാനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം. വാഹനങ്ങളിലെ നമ്പർ പ്ലേറ്റ് ദുരുപയോഗം ചെയ്യുന്നവരെ പിടികൂടുന്നതിനായി ഓപ്പറേഷൻ നമ്പർ എന്ന് പേരിട്ടിരിക്കുന്ന പദ്ധതി നടപ്പിലാക്കുമെന്നും ട്രാൻസ്പോർട്ട് കമ്മീഷണർ അറിയിച്ചു. മോട്ടോർ വാഹന വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശോധന നടത്തി 3058 വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും 10,650,000 രൂപ പിഴ ഈടാക്കിയതായും ടോമിൻ ജെ തച്ചങ്കരി പറഞ്ഞു. ഇന്ത്യയിലെ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളും നടപ്പാക്കി കഴിഞ്ഞു. എന്നാൽ കേരളത്തിൽ ചില ലിറ്റിഗേഷൻ ഉണ്ട്. അതിൻ്റെ പൊളിറ്റത്തിൽ സുപ്രീം കോടതി വരെ പോവുകയും ആ കേസിൽ ഇപ്പോൾ നടപ്പാക്കാനുള്ള നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരിക്കൽ ഹൈ സെക്യൂരിറ്റി നമ്പർ പ്ലേറ്റ് വന്നാലുള്ള പ്രധാന ഗുണം ഒരിക്കൽ വെച്ചാൽ പിന്നെ അഴിച്ചു മാറ്റാൻ പറ്റില്ല. രണ്ടാമതിനകത്ത് RFID ടെക്നോളജി ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. RFID എന്ന് പറഞ്ഞാൽ വണ്ടികൾ ഇനി പരിശോധിക്കണമെങ്കിൽ നിർത്തി പരിശോധിക്കേണ്ട ആവശ്യമില്ലാതെ അത് കടന്നു പോകുമ്പോൾ ചെക്ക് പോസ്റ്റുകളിലോ അല്ലെങ്കിൽ ടോൾ പാസുകളിലോ കടന്നു പോകുമ്പോൾ അതിലെ RFID കോഡ് കൊണ്ട് തന്നെ അതിൻ്റെ ഡിറ്റക്റ്റ് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കാൻ പറ്റും. ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള പരിശോധനകൾ നടത്തില്ല. പകരം മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയാണ് നമ്പർ പ്ലേറ്റ് ദുരുപയോഗം ചെയ്യുന്നുണ്ടോ എന്ന് കണ്ടെത്തുക. കൂടാതെ എല്ലാ വാഹനങ്ങളിലും GPS സംവിധാനം ഒരുക്കാനും ഡ്രൈവിംഗ് ലൈസൻസുകൾ സ്മാർട്ട് കാർഡുകളാക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും ടോമിൻ ജെ തച്ചങ്കരി വ്യക്തമാക്കി. റിപ്പോർട്ടർ, തിരുവനന്തപുരം.